നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഒരുവൻ്റെ പ്രവൃത്തിരംഗം രാഷ്ട്രീയമോ സാമുദായികമോ സാമ്പത്തികപരമോ വിദ്യാഭ്യാസപരമോ എന്തുതന്നെ ആയിക്കൊള്ളട്ടെ, അവർ ചെയ്യുന്ന സകല കർമ്മവും ഈശ്വരാർപ്പണമായി, ആധ്യാത്മിക സാധനയായി, നിഷ്കാമമായി, നിസ്വാർത്ഥമായി ചെയ്യുക. സർവ്വവ്യാപിയായി വിരാട് സ്വരൂപമായി വിരാജിക്കുന്ന സർവേശ്വരൻ്റെ ആരാധനയായിരിക്കും എല്ലാവർക്കും കർമ്മവും. ബഹുജനഹിതായ ബഹുജനസുഖായ എന്നായിരിക്കണം അവൻ്റെ മുദ്രാവാക്യം. അങ്ങനെ ചെയ്താൽ അവൻ്റെ മനസ്സ് രാഗദ്വേഷാദി മുക്തമാകും, ശുദ്ധമാകും. ശുദ്ധ മനസ്സുകൊണ്ട് എളുപ്പത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കാം. അർജുന വിഷാദയോഗത്തിലെ 12-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭീഷ്മപിതാമഹൻ സിംഹഗർജനം പോലെ അലറി തൻ്റെ സൈന്യങ്ങളെ ഉത്തേജിപ്പിച്ച് തൻ്റെ ശംഖ് ഉച്ചത്തിൽ വിളിച്ചു എന്നതാണ്. ഏതൊരു സംഭവത്തിൻ്റെയും തുടക്കത്തിൽ ആചാരപരമായ ഒരു കുഴൽ വിളിയോ വെടിക്കെട്ടോ ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇവിടെ യുദ്ധത്തിൻ്റെ നാന്ദി കുറിക്കുന്നതിന് കൗരവസേനാപതിയായ സർവ്വസൈന്യാധിപനായ ഭീഷ്മപിതാമഹൻ ഉച്ചത്തിൽ ശംഖ് വിളിച്ച് തൻ്റെ സേനയെ ജാഗരൂകരാക്കിയിരിക്കുകയാണ്. തുടർന്ന് ഒരു ശബ്ദ കോലാഹലം തന്നെ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഞാൻ മുൻപേ ഞാൻ മുൻപേ എന്ന് പലരും മത്സരിച്ച് ശംഖ് വിളിച്ചു. അത് ആസുരിക ഭാവത്തിൻ്റെ ലക്ഷണമാണ്. ഒരു കാര്യത്തിനും ഒരടുക്കും ചിട്ടയും ഉണ്ടാകില്ല. പലരും തോന്നിയ പോലെയായിരിക്കും പെരുമാറുക. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അർജുന വിഷാദയോഗം ശ്ലോകം 13. തതഹ ശങ്കാഹ ച ഭേര്യാഹ ച തദശങ്കാശ്ച ഭേര്യാശ്ച പണവ ആനക ഗോമുഖാഹ പണവാനക ഗോമുഖാഹ സഹസ ഏവ അഭ്യഹന്യന്ത സഹസാഭ്യഹന്യന്ത സഹസൈവാഭ്യഹന്യന്ത സശബ്ദഃ തുമുലഃ അഭവത് സശബ്ദോസ്തുമുലോ ഭവത്. അർത്ഥവ്യാഖ്യാനം കൂടാതെ തന്നെ യുദ്ധസജ്ജമായി നിൽക്കുന്ന കൗരവസേനയിൽ എന്താണ് നടന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഭഗവത്ഗീത പഠിതാവ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാർത്ഥവും അറിഞ്ഞിരിക്കണം. തതഹ അതിനുശേഷം, തുടർന്ന്, ശങ്കാശ്ച ശങ്കാഹച്ച ശങ്കാശ്ച പലരും ശംഖ് വിളിച്ചു, ശംഖുവിളികൾ, ഭേര്യാഹച്ച ഭേര്യാശ്ച ഭേരികൾ, പെരുമ്പറകൾ. ഭീഷ്മാചാര്യൻ്റെ ശംഖുവിളിയെ തുടർന്ന് പലരും ശംഖുകളും ഭേരികളും മുഴക്കി. മാത്രമല്ല, പണവം, കൊട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡ്രമ്മാണ് പണവം, ഗഞ്ചിറ പോലുള്ളത്. ആനകം, വലിയ ചെണ്ടകൾ, വലിയ ഡ്രം, അതായത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ആനകം. ഗോമുഖാഹ, കുഴൽവാദ്യങ്ങൾ, മദ്ദളം പോലുള്ള ഒരു വാദ്യോപകരണം അതിനകത്തുണ്ടാകും. പിന്നെ കൊമ്പ്, കുഴലി, മിഴാവ് ഒക്കെ ആ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെയുള്ള ഒരു വാദ്യോപകരണ കൂട്ടമാണ് ഗോമുഖം. ഇന്നും പല ഉദ്ഘാടനത്തിന് വിശിഷ്ട വ്യക്തികൾ വരുമ്പോൾ ഈ വക പഞ്ചവാദ്യങ്ങൾ മുഴക്കി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെയോ സഹസ ഏവ, പെട്ടെന്ന് തന്നെ, അഭ്യഹന്യന്ത, അവിടമാകെ മുഴങ്ങിക്കേട്ടു, തുമുലഹ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അതിശക്തമായ, അഭവത്, അങ്ങനെയായി തീർന്നു. തുമുലോ അഭവത്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ശബ്ദാനുമാനമായ അന്തരീക്ഷമായി തീർന്നു അവിടമാകം. അനന്തരം പെട്ടെന്ന് ശംഖുകളും ഭേരികളും പണവങ്ങളും ആനകങ്ങളും ഗോമുഖങ്ങളും മുഴക്കപ്പെട്ടു. അന്തരീക്ഷം തന്നെ പ്രകമ്പനം കൊള്ളിക്കുമാറ് ക്രമമല്ലാത്ത തരത്തിൽ ഒരു കൂട്ടബഹളമായി ദിക്കാസകലം ഘോരമായി മുഴങ്ങിക്കെട്ടു. അല്ലയോ രാജാവേ, തൻ്റെ സൈന്യം ആസുരിക ഭാവത്തിലാണെന്ന് ശംഖുവിളികളും പെരുമ്പറകളും മുഴക്കിയ രീതി കാണുമ്പോൾ മനസ്സിലാക്കുമെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു. തദശങ്കാശ്ച ഭേര്യാശ്ച പണവാനക ഗോമുഖാഃ സഹസൈവ്യാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോ ഭവത്. കൗരവസേനാനികളുടെ ആഘോഷ പ്രകടനങ്ങൾ ഇത്തരത്തിലുള്ളതാണെന്ന് വർണ്ണിച്ചിട്ട് സഞ്ജയൻ തുടർന്ന് പാണ്ഡവ സൈന്യത്തിലെ ക്രമപ്രകാരമുള്ള അടുക്കും ചിട്ടയോടും കൂടിയുള്ള ശംഖുവിളികളുടെയും ഭേരീശബ്ദങ്ങളുടെയും വിവരണമാണ് പറഞ്ഞത്. അർജുന വിഷാദയോഗം ശ്ലോകം 14. തതഃ ശ്വേതൈർഹി ഹയൈഹി യുക്തേ തത ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവാഃ പാണ്ഡവാഃ ച ഏവ മാധവാഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധുഃ
ദിവ്യൗ ശംഖു പ്രദത്മതു. കൃഷ്ണാർജുനന്മാർ എന്തു ചെയ്യുകയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അനന്തരം പിന്നെ ശ്വേതൈർഹി വെളുത്ത നിറത്തിലുള്ള ഹയൈഹി കുതിരകളെ, ഹയങ്ങളെ കുതിരകളെ, അശ്വങ്ങളെ, യുക്തേ നുകത്തിൽ പൂട്ടിയ ചേർത്തുകെട്ടിയ, മഹതി ആ മഹത്തായുള്ള സ്യന്തനെ രഥത്തിൽ തേരിൽ സ്ഥിതൗ ഇരുന്നുകൊണ്ട്, വെളുത്ത കുതിരകളെ ഇണക്കിയ ആ മഹത്തായ തേരിൽ ഇരുന്നു കൊണ്ട്, മാധവഹ മായുടെ ധവനായ ലക്ഷ്മീ വല്ലഭനായ കൃഷ്ണനും പാണ്ഡവൻ അർജുനൻ, മൂന്നാം പാണ്ഡവൻ അർജുനൻ, പാണ്ഡവശ്ചൈവ അർജുനൻ ഏവ കൂടാതെ, ദിവ്യങ്ങളായ ശംഖുകളെ പ്രദത്മതുഹു ഉച്ചത്തിൽ മുഴക്കി, പ്രതിധ്വനി കൊള്ളുമാർ ഉച്ചത്തിൽ മുഴക്കി. കൗരവരുടെ ശംഖുവിളികൾ കഴിഞ്ഞപ്പോൾ വെള്ളക്കുതിരകളെ തേരിൽ പൂട്ടി ആ മഹത്തായ രഥത്തിലിരുന്ന് ആദ്യം കൃഷ്ണനും പിന്നെ അർജുനനും ദിവ്യങ്ങളായ ശംഖുകളെ ഉച്ചത്തിൽ മുഴക്കി. ഇവിടെ ക്രമമനുസരിച്ചാണ് ശംഖുകൾ മുഴക്കാൻ തുടങ്ങിയത്, മഹത്വമനുസരിച്ച്. ആദ്യം കൃഷ്ണനും പിന്നെ ആ പാണ്ഡവനും. ഇവിടെ പാണ്ഡവൻ 5 പേരുള്ളപ്പോൾ ഏതു പാണ്ഡവനെന്ന സംശയം നമുക്കുണ്ടാകാം. കൃഷ്ണൻ അടുത്തുള്ള പാണ്ഡവൻ അർജുനനാണ്. അവർ നരനാരായണന്മാരായ മുനിശ്രേഷ്ഠന്മാർ ആണ്. അവരുടെ പുനർജന്മമാണല്ലോ കൃഷ്ണനും അർജുനനും. മൂന്നാം പാണ്ഡവനായ അർജുനന് വിവിധ പേരുകളാണുള്ളത്. അത് നമുക്കറിയാം. പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാർ പറയാറുണ്ട്, പേടി സ്വപ്നം കണ്ടാലോ രാത്രികാലത്ത് സഞ്ചരിക്കുമ്പോൾ ഭയമുണ്ടാകാതിരിക്കാനോ നമുക്ക് അർജുനൻ്റെ പാർത്ഥൻ്റെ 10 പേരുകൾ പറഞ്ഞാൽ മതിയെന്ന്. നമുക്ക് ആ പേര് ഏതൊക്കെയാണെന്ന് നോക്കാം. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, കിരീടി, വിജയൻ, ശ്വേതാശ്വൻ, ജിഷ്ണു, ധനഞ്ജയൻ, സവ്യസാചി, ഭീവത്സു. ഈ പേരുകൾ വരാൻ കാരണമെന്താണെന്നൂടെ നോക്കാം. ജനിച്ചപ്പോൾ ശ്വേതവർണ്ണമായിരുന്നതിനാൽ അർജുനൻ എന്ന പേര് വന്നു. വെളുത്ത നിറമാണ്, വെളുത്ത കൈകളാണ്, ശുദ്ധനാണ്, പരിശുദ്ധനാണ്, സത്യസന്ധനാണ്. ഫാൽഗുനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിൽ ഹിമഗിരി താഴ്വരയിൽ ജനിച്ചവനാകിയാൽ ഫൽഗുനനായി. കുന്തിയുടെ പുത്രനാകിയാൽ പാർത്ഥനായി. ദേവലോകത്ത് വെച്ച് നിവാതക കവചന്മാരായ രാക്ഷസന്മാരെ തോൽപ്പിച്ച് ജയിച്ചു വന്നപ്പോൾ ഇന്ദ്രൻ ദേവകിരീടം അർജുനൻ്റെ ശിരസിൽ വെച്ചതിനാൽ കിരീടിയായി. യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നതിനാൽ വിജയനായി. വെളുത്ത കുതിരകളെ പൂട്ടിയ രഥമുള്ളവനാകയാൽ ശ്വേതാശ്വൻ ശ്വേതവാഹനനായി. ഖാണ്ഡവവനത്തിൽ അഗ്നിയെ സഹായിക്കാൻ ഇന്ദ്രനോട് യുദ്ധം ചെയ്ത് വിജയിച്ചതിനാൽ ജിഷ്ണുവായി. യുധിഷ്ഠിരൻ്റെ രാജസൂയയാഗത്തിൽ ഉത്തരദിക്കിൽ നിന്നും ധനം കൊണ്ടുവന്നതിനാൽ ധനഞ്ജയനായി. യുദ്ധത്തിൽ 2 കൈകൾ കൊണ്ട് മാറി മാറി അമ്പ് വായിക്കുവാൻ കഴിവുള്ളവനാകയാൽ സവ്യസാചിയായി. എന്നും യുദ്ധത്തിൽ ഭീകരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ ഭീവത്സുവായി. ഇങ്ങനെ ധീരതയുടെ പര്യായമായ ആരാധിക്കുന്നവരുടെ ഭയം വിട്ടൊഴിപ്പിക്കുന്ന സവ്യസാചി അർജുനൻ കൃഷ്ണനോടൊപ്പമാണുള്ളത്. ഇവരുടെ അടുക്കും ചുറ്റയോടും കൂടിയുള്ള ശംഖുവിളികളെ പുകഴ്ത്തിക്കൊണ്ട് സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്നു. തദശ്വേതൈർഹയർയുക്തേ മഹതി സിന്ധ്യനേ സ്ഥിതൗ മാധവാഹ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മതുഹു. വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിലിരുന്നു കൊണ്ട് കൃഷ്ണനും അർജുനനും അവരുടെ ശംഖുകൾ ഉച്ചത്തിൽ മുഴക്കി. വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതാണ് അർജുനൻ്റെ രഥത്തിൽ പൂട്ടിയിരിക്കുന്ന കുതിരകൾ. അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് കുന്തിയും മക്കളായ പാണ്ഡവരും ഏകചക്രയിലേക്ക് പോകുമ്പോൾ ഗംഗാനദിയിൽ ജലക്രീഡ നടത്തിക്കൊണ്ടിരുന്ന അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവനുമായി അർജുനൻ വാക്കേറ്റമുണ്ടായി. അർജുനൻ ജപിച്ചുവിട്ട ആഗ്നേയാസ്ത്രത്തിൻ്റെ ശക്തിയാൽ അങ്കാരവർണ്ണൻ എന്ന ചിത്രരഥൻ്റെ രഥം തവിടുപൊടിയായിപ്പോയി. രഥം നഷ്ടപ്പെട്ട ഭഗ്നരഥനായ അവൻ അർജുനനുമായി സന്ധി ചെയ്തു. അവൻ അർജുനനിൽ നിന്ന് ആഗ്നേയമന്ത്രം പഠിച്ചു. പകരം ചിത്രരഥൻ 100 വെള്ളക്കുതിരകളെ അർജുനന് കൊടുത്തു. ദിവ്യമായ കുതിരകളിൽ 4 എണ്ണം വീതമാണ് എപ്പോഴും അർജുനൻ്റെ തേരിൽ പൂട്ടുന്നത്. കുതിരകൾ ഒന്ന് അപകടത്തിലായാൽ അടുത്ത കുതിര യാന്ത്രികമായി ആ സ്ഥാനത്തുണ്ടാകും. ആ കുതിരകളെ പൂട്ടിയ രഥത്തിലിരുന്നാണ് പാർത്ഥനും കൃഷ്ണനും ശംഖുകൾ മുഴക്കിയുള്ളത്. എങ്ങനെയുള്ള ശംഖുകളാണ് മുഴക്കിയത്? അർജുന വിഷാദയോഗം ശ്ലോകം 15. പാഞ്ചജന്യം ഋഷികേശാഃ
പാഞ്ചജന്യം ഋഷീകേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദഗ്മൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. ഇനി ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാർത്ഥം നമുക്കൊന്ന് നോക്കാം. പാഞ്ചജന്യം എന്ന ശംഖ് ഋഷികേശോ കൃഷ്ണൻ, ഹൃഷിക ഇഷ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നാഥൻ ഋഷികേശൻ കൃഷ്ണൻ. പാഞ്ചജന്യം എന്ന ശംഖ് കൃഷ്ണൻ്റേതാണ്. പാഞ്ചജന്യം എന്ന ശംഖ് കൃഷ്ണൻ്റെ കൈവശമെത്തിയത് എങ്ങനെയെന്ന് പറയപ്പെടുന്നത് രണ്ടു രീതിയിലാണ്. ഒന്ന്, കൃഷ്ണനും ബലരാമനും പിന്നെ സുധാമാവും, കുചേലൻ എന്ന പേരിൽ പ്രസിദ്ധനായവനാണ് കൃഷ്ണൻ്റെ തോഴനായ സുധാമാവ്. ഇവർ മൂന്ന് പേരും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തി. കൃഷ്ണനും കൂട്ടരും അവിടെ വരുന്നതിന് മുൻപ് മഹർഷിക്ക് ഒരു അത്യാപത്തുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനെ ഒരു അസുരൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നീട് ദുഃഖത്തോടെയാണ് അദ്ദേഹം വിദ്യാഭ്യാസം ജയിച്ചത്. ഇവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഇവർ ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൃഷ്ണനോട് സന്ദീപനി മഹർഷി ആവശ്യപ്പെട്ടത് കാണാതെ പോയ തൻ്റെ മകനെ തിരിച്ചു കൊണ്ട് തരണമെന്നാണ്. അതിനായി കൃഷ്ണൻ യാത്രയായി. ഒടുവിൽ പ്രഭാസ എന്ന സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒരു ശംഖിനുള്ളിൽ കഴിയുന്ന പാഞ്ചജൻ എന്ന അസുരനെ കണ്ടെത്തി. ഇവനാണ് ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കി അവനോട് ഏറ്റുമുട്ടി. ആ അസുരനെ കൊന്നു. ശംഖിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗുരുപുത്രനെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് ഗുരുവിന് കൊടുത്തു. അന്നേരം തന്നെ അദ്ദേഹം ആ അസുരൻ വസിച്ചിരുന്ന ശംഖും കൈക്കലാക്കി. അങ്ങനെ പഞ്ചജൻ എന്ന അസുരൻ വസിച്ചിരുന്ന ശംഖാണ് പാഞ്ചജന്യം. രണ്ടാമത് പറയപ്പെടുന്നത് ഖാണ്ഡവവനം അഗ്നിക്ക് ഇരയാക്കുവാൻ സഹായിച്ചത് കൃഷ്ണനും അർജുനുമാണ്. ദിവ്യമായ ചക്രവും ശംഖുവും അഗ്നി കൊടുത്തതാണെന്നും അങ്ങനെ പറയപ്പെടുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ മായാസുരനാണ് ശംഖ് കൃഷ്ണന് കൊടുത്തതെന്നും മറ്റൊരു വാദത്തിൽ പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും മഹാവിഷ്ണുവിൻ്റെ മഹത്തായ ആ പാഞ്ചജന്യമാണ് ഋഷികേശൻ ഉച്ചത്തിൽ മുഴക്കിയത്. എല്ലാം അറിയുന്ന ശ്രീകൃഷ്ണൻ ശംഖ് വിളിച്ചതിന് ശേഷം ദേവദത്തം എന്ന ശംഖ് അർജുനൻ ഉച്ചത്തിൽ മുഴക്കി. ദേവദത്തം ദത്മൗ ധനഞ്ജയ, ദേവദത്തം എന്ന ശംഖ് ധനഞ്ജയനും മുഴക്കി. പൗണ്ഡ്രം എന്ന മഹാശംഖ് പൗണ്ഡ്രം എന്ന മഹാശംഖ് ദത്മൗ മുഴക്കി. ഭീമകർമ്മ വൃഗോദരഃ, ഭീമകർമാവായ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന വൃഗോദരൻ ഭീമൻ പൗണ്ഡ്രം എന്ന ശംഖ് മുഴക്കി. വൃഗോദര എന്ന് പറയുന്ന വലിയ ഉദരമുള്ള, ആർത്തിയോടെ ഭക്ഷിക്കുന്ന എന്നൊക്കെ അർത്ഥമാണ്. ആർത്തിയോടെ ഭക്ഷിക്കുക മാത്രമല്ല, നന്നായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്ന, ആനയെപ്പോലെ വാരി വലിച്ചു തിന്നുന്ന അതേപോലെ ജോലിയും ചെയ്യുന്ന ആ വൃഗോദരനെ, വൃഗമെന്നാൽ കുറുക്കനാണ്, കുറുക്കനും അതേപോലെ ആർത്തിയാണ്, വലിച്ചു വാരി തിന്നുകയാണ്. എന്തിനേയും ദഹിപ്പിക്കാൻ തക്ക ശക്തിയുള്ള രാസാഗ്നി ഉദരത്തിലുള്ള ആ ഭീമൻ ദഗ്മൗ മഹാശംഖം പൗണ്ഡ്രം എന്ന മഹാശംഖ് ഉച്ചത്തിൽ മുഴക്കി. ഒരു ചിട്ടയോടുകൂടിയാണ് ഇവർ ശംഖുകൾ മുഴക്കിയത്. അവർക്ക് ആർക്കാണ് മുൻഗണന എന്ന വിധത്തിൽ ചിന്തിച്ചായിരുന്നു ഈ ശംഖ് മുഴക്കലിൻ്റെ ഒരു താളക്രമം. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃകോദരഃ. ശ്രീകൃഷ്ണൻ പാഞ്ചജന്യവും അർജുനൻ ദേവദത്തവും ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖം മുഴക്കിയപ്പോൾ മറ്റുള്ളവരോടും അവരവരുടെ ക്രമമനുസരിച്ചുള്ള ശംഖുകളാണ് മുഴക്കിയത്. അർജുനൻ അനന്തവിജയം എന്ന ശംഖാണ്, ദേവദത്തം എന്ന ശംഖാണ് മുഴക്കിയത്. തുടർന്ന് പാണ്ഡവരിൽ ശേഷിക്കുന്ന പല യോദ്ധാക്കളുണ്ട്. വിരാടനെ പോലുള്ള, സർവ്വസേനാധിപതിയായ ദൃഷ്ടദ്യുമ്നനെ പോലുള്ള, ദ്രുപദനെ പോലുള്ള പല സേനാനികളും അവിടെയുണ്ട്. അവരെല്ലാം അവരവരുടേതായ ശംഖ് മുഴക്കുന്നുണ്ട്. ഇവിടെ തുടർന്ന് അർജുന വിഷാദ യോഗത്തിലെ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യം, അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷ മണിപുഷ്പകൗ.
രാജാ കുന്തിപുത്ര, രാജാവായ കുന്തിപുത്രൻ, യുധിഷ്ഠിരൻ, കുന്തിപുത്രനായ രാജാവായ യുധിഷ്ഠിരൻ, രാജസൂയയാഗം കഴിഞ്ഞ് കുറച്ചുകാലം ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാവായിരുന്നവനാണ് യുധിഷ്ഠിരൻ. അതറിയാവുന്ന സഞ്ജയൻ സന്തോഷം കൊണ്ടാണ് രാജാ കുന്തിപുത്ര എന്ന് വിശേഷിപ്പിച്ചത്. അവസരം കിട്ടുമ്പോഴൊക്കെ ധൃതരാഷ്ട്രനോട് പാണ്ഡവരെ പുകഴ്ത്തി പറയാനാണ് സഞ്ജയൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അനന്തവിജയം എന്ന ശംഖ് ദത്മൗ മുഴക്കി. ഇവിടെ ഈ ശ്ലോകത്തിൽ ദത്മൗ എന്ന് ആവർത്തിക്കുന്നില്ല. ദത്മൗ മുഴക്കുക എന്നർത്ഥമാണ്. ഇവിടെ 15ഉം 16ഉം ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കേണ്ടതാണ്. ഈ ശ്ലോകത്തിലെല്ലാം ദത്മൗ ചേർത്ത്, ശംഖിനോടൊപ്പം ദത്മൗ ചേർത്ത് പറഞ്ഞാലാണ് ആ ക്രിയ പൂർണ്ണമായി വരുന്നത്. അനന്തവിജയം ദത്മൗ രാജാ യുധിഷ്ഠിര, നകുലനും ദത്മൗ സുഘോഷം എന്ന ശംഖ് നകുലൻ മുഴക്കി. അതേപോലെ തന്നെ സഹദേവനും ദത്മൗ മണിപുഷ്പകം എന്ന ശംഖ് സഹദേവനും മുഴക്കി. കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നകുലൻ സുഘോഷം എന്ന ശംഖും സഹദേവൻ മണിപുഷ്പകം എന്ന ശംഖും ഉച്ചത്തിൽ മുഴക്കി. എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിലിരുന്ന് സർവ്വ ഇന്ദ്രിയങ്ങളെയും പ്രേരിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ പാഞ്ചജന്യമെന്ന പാവനമായ മഹാശംഖത്തെയും രാജസൂയ യാഗാവസരത്തിൽ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് യാഗത്തിനാവശ്യമായ ധനം കൊണ്ടുവന്ന വില്ലാളി വീരനായ അർജുനൻ ദേവദത്തമെന്ന മഹാശംഖത്തെയും ഹിഡുംബാദി രാക്ഷസന്മാരെ വധിച്ചവനും വളരെ അന്നപാനാദികളെ ദഹിപ്പിക്കുവാൻ തക്ക ജഠരാഗ്നിയാൽ അത്യന്തം ബലാശാലിയുമായ ഭീമസേനൻ പൗണ്ഡ്രം എന്നു പേരുള്ള മഹത്തായ ശംഖത്തെയും രാജാവായ യുധിഷ്ഠിരൻ അനന്തവിജയമെന്ന ശംഖും നകുലൻ സുഘോഷമെന്നും ശംഖും സഹദേവൻ മണിപുഷ്പകമെന്ന ശംഖും മുഴക്കി. അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ.